സുരേഷ് ഗോപി ജയിക്കണമെന്നാണ് ആഗ്രഹം. അത് സുരേഷ് ഗോപി അതിങ്ങനെ എനിക്ക് പറയാൻ ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്ക് വീട്ടിൽ വരെ ചെന്ന് കാണുന്നവർക്കും ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാ. ഭൂരിപക്ഷം വളരെ കുറവായിരിക്കും. കാരണം ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭൂരിപക്ഷം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനുകളൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷം ഒന്നുമില്ല. അല്ല, അയാള് സിനിമാ നടൻ എന്നുള്ളതെന്ന് പറയുമ്പോ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ത്രീജനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വിജയത്തിൽ നിർണായകമാകും എന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ പുരുഷന്മാരെക്കാൾ വോട്ടുകളുമായി സ്ത്രീകളാണ് മുന്നിൽ നിൽക്കുന്നത്. തൃശൂരിൽ ആകെയുള്ള 14,83,055 വോട്ടിൽ 66,401 ഭൂരിപക്ഷത്തോടെ സ്ത്രീ വോട്ടുകൾ മുന്നിലാണ്. ഈ സ്ത്രീ ഭൂരിപക്ഷം സ്ത്രീകളുടെ സപ്പോർട്ട് കൂടുതലുള്ളതായി റിപ്പോർട്ടുകൾ വന്ന സുരേഷ് ഗോപിയെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ സ്വാധീനിക്കുമോ? തൃശൂർ സുരേഷ് ഗോപി ഒറ്റയ്ക്കെടുക്കുമോ? നമുക്ക് അവിടുത്തെ ജനങ്ങളുടെ തന്നെ ഒന്ന് അഭിപ്രായത്തിലേക്ക് പോയി വരാം. സുരേഷ് ഗോപി ജയിക്കണമെന്നാണ് ആഗ്രഹം. കാരണം എന്താ? കാരണം എന്താ പറയാ, സുരേഷ് ഗോപി എന്ന് വിചാരിക്കാനൊന്നുമില്ല. പക്ഷേ സുരേഷ് ഗോപി ആൾക്കാർക്ക് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണ കാരണം കൊണ്ട് സുരേഷ് ഗോപി ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ശരിക്ക് സുരേഷ് ഗോപിയുടെ ആളല്ല. അല്ല ഞാനൊരു മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അന്നും ഇന്നും എന്നും എന്തൊക്കെ ഈ മാർക്സിസ്റ്റ് പാർട്ടി എനിക്ക് ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടാ. ഒരു കാര്യം ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ ഉറച്ചു നിൽക്കുന്നേ? എന്റെ തലമുറയായിട്ട് അങ്ങനെ നിന്നിട്ട് അങ്ങനെ ഒരു അനുഭവമാണ് എനിക്കത്. നമ്മുടെ തൃശ്ശൂർക്കാർക്ക് വേണ്ടി സുരേഷ് ഗോപി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? അത് സുരേഷ് ഗോപി അതിങ്ങനെ എനിക്ക് പറയാൻ ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്ക് വീട്ടിൽ വരെ ചെന്ന് കാണുന്നവർക്കും ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാ. ജയിക്കും എന്നുള്ളത് ഉറപ്പാ. 101% ഉറപ്പാ. എനിക്ക് സ്പോൺസർ ചെയ്തതുകൊണ്ടല്ല, നാടിന് ഒരുപാട് നന്മ ചെയ്തിട്ട് ഞാൻ പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സുരേഷ് ഗോപി ജയിക്കും. മനുഷ്യനാണ്, അതുകൊണ്ട് അല്ല ഇവനെ പോലെ മൃഗമല്ല. ഒരു എത്രത്തോളം ഒരു ഭൂരിപക്ഷത്തിലായിരിക്കും നമ്മുടെ സുരേഷ്? ഭൂരിപക്ഷം വളരെ കുറവായിരിക്കും. കാരണം ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭൂരിപക്ഷം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനുകളൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷം ഒന്നുമില്ല. ആളുകളുടെ ഒരു ചെറിയൊരു വ്യക്തിത്വത്തിന്റെ മുകളിൽ എല്ലാവരും ജയിച്ചിക്കണേ. പാർട്ടി ബേസിലൊന്നുമില്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ പ്രതാപേട്ടനായാലും സുനിലേട്ടനായാലും ഒക്കെ നല്ല ക്യാരക്ടറുകളാണ്. പക്ഷെ അവർക്കൊക്കെ ഓരോ പ്രാവശ്യം അവസരം കൊടുക്കാണ്ട് ആൾക്കാരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ് സുരേഷ് ഗോപി. ഈ നമ്മുടെ സുരേഷ് ഗോപി സിനിമ ഫീൽഡിൽ നിന്ന് വന്നുകൊണ്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവരോട് എന്താ പറയാനുള്ളത്? അല്ല, അയാള് സിനിമാ നടൻ എന്നുള്ളതെന്ന് പറയുമ്പോ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അയാള്. പക്ഷെ അതെല്ലാവർക്കും അറിയാവുന്ന കേസാണ്. പക്ഷെ വ്യക്തിപരമായിട്ടെന്ന് പറയുമ്പോൾ അയാൾ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പൊ അയാൾ ജയിക്കേണ്ടതാണ്. ജയിച്ചാൽ അയാൾ എന്തായാലും കട്ടുപിടിക്കില്ല. പിന്നെന്താ പറയാ, നമ്മുടെ തൃശ്ശൂരിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. എങ്ങനെ ഉണ്ടാവും നമ്മുടെ തൃശ്ശൂരത്തെ മത്സരം? എങ്ങനെ ഉണ്ടാവും? നല്ല മത്സരമായിരിക്കും. BJP കയറാൻ പോകുന്ന സമയമല്ല, നല്ല മത്സരമായിരിക്കും. ഒരു ത്രികോണ മത്സരമായിരിക്കും നമ്മുടെ എല്ലാവർക്കും അടുത്ത് പോയത് രാഷ്ട്രീയം ഉറപ്പായിരുന്നു. ആകെ ഒരു പ്രതീക്ഷ BJP